Hello friends, GK World and PSC ലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച e-learning പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് GK World and PSC യുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, Kerala PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ലേറെ കോഴ്സുകൾ 300-ൽ അധികം ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ Unacademy the learning app Play Store ൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ Gmail ID അല്ലെങ്കിൽ Facebook ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ അധികം ലെസൺസ് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് Unacademyയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hello my dear friends, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി GK World and PSC യിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. Unacademyയിൽ ഞാനൊരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ആണ്. അഷ്ന ഷാജി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭിക്കും. അതിൽ എനിക്ക് 10-ൽ ഒരാളാണ്. ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ അത് പ്രൊഫൈൽ ഫോളോ ചെയ്യുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറക്കാതെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. Unacademyയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തരുന്നത് സപ്പോർട്ട് നൽകുക. അപ്പോൾ ഇന്ന് മുൻപിൽ വന്നിരിക്കുന്നത് ഫാദേഴ്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ മേജർ എക്സാം ഓറിയൻറ്റഡ് കോഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ വലിയ ഇമ്പോർട്ടൻസും ഇല്ല, കുറച്ച് 2-3 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയിൽ ഷുവറായിട്ടും SSC ലെവലായിക്കോട്ടെ നമ്മുടെ PSC ലെവലായിക്കോട്ടെ ചോദിക്കുന്ന ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല ഇതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷെയിമാണ് നമുക്ക്. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചെറിയ സ്റ്റുഡൻറ്റ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് അത്യാവശ്യം നോളജ് വേണ്ടേ? ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇഷ്ടമായ റിവ്യൂ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൊച്ചു കുട്ടികൾ തൊട്ട് നമ്മൾ ചെറിയ കാലം തൊട്ട് പഠിക്കുന്നതാണ് ഫാദർ ഓഫ് നേഷൻ. ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ഫാദർ ഓഫ് നേഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, സോ രാജാറാം മോഹൻ റോയ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്ന ആരെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാൽ ഗംഗാധര തിലക്. ബാൽ ഗംഗാധര തിലക് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ്. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജി. ഈ ദാദാഭായ് നവറോജി ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ മിക്ക PSC എക്സാമിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഉറപ്പിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധിയാണ്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന മീഡിയ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ലിസൺ ചെയ്യുക, സ്ക്രീൻ നോക്കുക. ദെൻ നെക്സ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് മുൻപ് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് രാജാറാം മോഹൻ റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഫാദർ ഓഫ് ഇന്ത്യൻ അൺറസ്റ്റ് ബാൽ ഗംഗാധര തിലക്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് അറ്റോമിക് സയൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. HJ ഭാഭ. HJ ഭാഭ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് അറ്റോമിക് സയൻസ് എന്നാണ്. ഫാദർ ഓഫ് അറ്റോമിക് സയൻസ് HJ ഭാഭ. ഫാദർ ഓഫ് ആറ്റം ബോംബ് രാജരാമണ്ണ. ഓക്കെ, രാജരാമണ്ണയാണ് ഫാദർ ഓഫ് ആറ്റം ബോംബ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സ്പേസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ആണ് ഫാദർ ഓഫ് സ്പേസ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആരാണ്? M വിശ്വേശ്വരയ്യ. അതോടൊപ്പം തന്നെ ഫാദർ ഓഫ് പ്ലാനിങ്ങും M വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ M വിശ്വേശ്വരയ്യയുടെ പേരിൽ ബാംഗ്ലൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള
ഒരു എന്താ പറയുക മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിലെ വിശ്വേശ്വരയ്യ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്, ബാംഗ്ലൂർ. ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഫാദർ ഓഫ് അറ്റോമിക് സയൻസ് എന്നറിയപ്പെടുന്ന ആരെയാണ്? HJ ബാബയാണ്. ദെൻ അറ്റം ബോംബിൻ്റെ ആരാണ്? രാജരാമണ്ണയാണ് ആറ്റം ബോംബിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സ്പേസ് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാദർ ഓഫ് പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. അതോടൊപ്പം തന്നെ സിവിൽ ഏവിയേഷൻ്റെ ഫാദർ എന്നും അറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട്. PSC ആവർത്തിക്കുന്ന ചോദ്യമാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് ആരാണ്? PC മഹാലനോബിസ് ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം ആണ്. A.O. ഹ്യൂം ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലെറ്റ്സ് റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആരാണ്? ഇന്ത്യൻ ഇൻഡസ്ട്രി ആരാണ്? JRD ടാറ്റയാണ്. ആൻഡ് ഫാദർ ഓഫ് സിവിൽ ഏവിയേഷനും അദ്ദേഹം തന്നെയാണ്, JRD ടാറ്റയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. ദെൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? A.O. ഹ്യൂം ആണ്. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് ആയുർവേദ ആത്രേയ. ഓക്കെ, ആത്രേയയാണ് ഫാദർ ഓഫ് ആയുർവേദ എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത് ആരാണ്? സുശ്രുതയാണ്. ഓക്കെ, സുശ്രുതയാണ് ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ജേർണലിസം എന്നറിയപ്പെടുന്നത് ചലപതി റാവു ആണ്. ചലപതി റാവു ആണ് ഫാദർ ഓഫ് ജേർണലിസം എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ആന്ത്രോപോളജി എന്നറിയപ്പെടുന്നത് SC റോയ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ IT എന്നറിയപ്പെടുന്ന ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ആത്രേയ. ഫാദർ ഓഫ് സർജറി സുശ്രുത. ഫാദർ ഓഫ് ജേർണലിസം ചലപതി റാവു. ഫാദർ ഓഫ് ഇന്ത്യൻ ആന്ത്രോപോളജി SC റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ IT രാജീവ് ഗാന്ധി. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പോർട്സ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? HC ബക്ക് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പോർട്സ് എഡ്യൂക്കേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പോർട്സ് HC ബക്ക്. ദെൻ ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ കാളിദാസയാണ് ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ദാദാ സാഹിബ് ഫാൽക്കെ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. ഫാദർ ഓഫ് ഇന്ത്യൻ പെയിൻറ്റിംഗ് നന്ദലാൽ ബോസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ പെയിൻറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ലോർഡ് റിപ്പൺ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ലോർഡ് റിപ്പൺ ആണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പോർട്സ് എന്നറിയപ്പെടുന്നത് HC ബക്കാണ്. ഫാദർ ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ ആരാണ്? കാളിദാസ. ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ദാദാ സാഹിബ് ഫാൽക്കെ. ഫാദർ ഓഫ് ഇന്ത്യൻ പെയിൻറ്റിംഗ് നന്ദലാൽ ബോസ്. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോർഡ് റിപ്പൺ ആണ്. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ ലോർഡ് ഡൽഹൌസി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കുക. ലോർഡ് ഡൽഹൌസി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ പ്രിന്റിംഗ് ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി. ഓക്കെ, ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രിന്റിംഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി കാൽ ഹനൻ ആണ്. ഓക്കെ, കാൽ ഹനൻ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ദാദാഭായ് നവറോജി. നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്നറിയപ്പെടുന്ന ആരെയാണ്? ലോർഡ് ഡൽഹൌസി ആണ്
ഫാദർ ഓഫ് ഇന്ത്യൻ പ്രിന്റിംഗ് ആരാണ്? ജെയിംസ് ഓഗസ്റ്റ് ഹിക്കി ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഫാദർ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആരാണ്? കാൾ ഹാനൻ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ദാദാഭായ് നവറോജി ആണ്. അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ മുൽക്ക് രാജ് ആനന്ദ്. മുൽക്ക് രാജ് ആനന്ദ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി വില്യം റോക്സ്ബർഗ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി ഈസ് വില്യം റോക്സ്ബർഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് ബി ഭത്കർ. ഓക്കെ, വിജയ് ബി ഭത്കർ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഫ്രെഡറിക് നിക്കോൾസൺ. ഓക്കെ, അപ്പോൾ ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. PSC SSC തുടങ്ങിയ എല്ലാ ലെവൽ എക്സാമിനേഷനും ബേസിക് ലെവലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നുകൂടെ അവസാനിപ്പിച്ച് നിർത്താം, റിപ്പീറ്റ് ചെയ്തിട്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ആരാണ്? മുൽക്ക് രാജ് ആനന്ദ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി വില്യം റോക്സ്ബർഗ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് ബി ഭത്കർ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഫ്രെഡറിക് നിക്കോൾസൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫാദേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടൈറ്റിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ കമൻറ്റ് ബോക്സ് കൂടി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് നിലനിന്ന് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോട് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അക്കാഡമി പ്രൊഫൈൽ ഫോളോ ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് ഫുൾ കോഴ്സ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്താലേ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.